السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൂടിയിരുത്തം നമ്മുടെ സൽക്കർമ്മത്തിന്റെ രേഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിലെ 2ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. 12ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം ഒന്ന് പാരായണം ചെയ്യും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. അപ്പോൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ സൂചിപ്പിച്ചു വെച്ചത് അവിശ്വാസികളായ ആളുകളെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നും എന്താണ് അവർക്ക് ആഖിറത്തിൽ ലഭ്യമായ ശിക്ഷ, വളരെ വേദനാജനകമായ, അസഹനീയമായ, നിന്ദ്യമാക്കപ്പെടുന്ന ശിക്ഷയാണ് അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു വെച്ചത്. ഇനി വിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവിശ്വാസികളെ കുറിച്ച് സൂചിപ്പിച്ചു. ഇനി വിശ്വാസികളുടെ വിശേഷണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, തീർച്ചയായും അല്ലദീന യാതൊരു കൂട്ടർ, യഖ്ശൗന അവർ ഭയപ്പെടുന്നു, റബ്ബഹും അവരുടെ റബ്ബിനെ. എപ്പോഴാണ് ഭയപ്പെടുന്നത്? ഏത് സന്ദർഭത്തിൽ? അബിൽ ഗൈബ്, അദൃശ്യത്തിലാണ് ഭയപ്പെടുന്നത്. ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനമുണ്ട്, അതോടൊപ്പം തന്നെ വമ്പിച്ച പ്രതിഫലവും അവർക്കുണ്ട്. വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഗുണമാണ് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരിക്കലും എളുപ്പമുള്ള വിഷയമല്ല, ഒരിക്കലും എളുപ്പമുള്ള വിഷയമല്ല. ഇല്ലാ മൻ യസ്സറഹുല്ലാ, അള്ളാഹു എളുപ്പമാക്കിയ ആളുകൾക്കാണത് അത് എളുപ്പം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രയാസമായിരിക്കും. തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അത് നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നേരെ മറിച്ച് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ലവണ്ണം വലിയൊരു ജിഹാദ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ആ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ഇല്ലായ്മയുടെ, ഒരു മനുഷ്യന്റെ നാശത്തിന്റെ അടിസ്ഥാനമാണ് അദൃശ്യത്തിൽ തിന്മ ചെയ്യുക എന്നത്. അദൃശ്യത്തിൽ തിന്മ ചെയ്യുന്ന ഒരാൾ അവനവന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുക എന്നത്. വളരെ പ്രതിഫലാർഹമായതും മുത്തഖീങ്ങളുടെ പ്രത്യേക വിശേഷണമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി എന്താണ് ഖശിയത്ത് എന്നുള്ളതാണ്. എന്താണ് ഖശിയത്ത്? ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത്? അൽ ഖശിയത്തു മസ്ഹൂബുൻ ബിൽ മഹാബ. ഖശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഅലീമോട് കൂടി, ആദരവോട് കൂടിയുള്ള പേടിയാണത് അള്ളാഹുവിനെ നമ്മൾ പേടിക്കുന്നത്. എന്നാൽ എല്ലാ പേടിയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാ പേടിയും അങ്ങനെയല്ല. ചില പേടികൾ നമ്മൾ വെറുത്തുകൊണ്ടേക്ക് എന്ത് ചെയ്യാം, പേടിക്കുക. ചിലത് നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ പരീക്ഷ ഒക്കെ, ഇപ്പൊ കുട്ടികളുടെ പരീക്ഷയുടെ കാലമാണ്. അപ്പൊ അവരതിന് ആദരവോട് കൂടിയാണ് പേടിക്കുന്നത് ചോദിച്ചാലോ? ഒരിക്കലുമല്ല. അതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന നിലക്കാണ് അതിനെ പേടിക്കുന്നത്. പക്ഷെ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല.
മറിച്ച് തഅലീമോടുകൂടി അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. സൂറത്തുൽ അംബിയായിലെ 48-49 ആയത്തിൽ വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാന വദിയാഅൻ വദിക്റൻ ലിൽമുത്തഖീൻ. മൂസാ നബിക്കും ഹാറൂൻ എന്നവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർപ്പെടുത്തി കൊടുക്കുന്ന ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വദിയാഅൻ, ആ ഗ്രന്ഥം എന്താണ്? പ്രകാശമാണ്. വദിക്റൻ, ഉത്ബോധനവുമാണ്. ആർക്ക്? ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്. എന്നിട്ട് മുത്തഖീങ്ങളെ കുറിച്ച് ശേഷം പറയാണ് അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്. മുത്തഖീങ്ങൾ ഗൈബിൽ, അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ. ഖിയാമത്ത് നാളിനെ അതീവ പേടിയോട് കൂടിയിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ ഇവിടെ മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ ഗൈബിൽ എന്ത് ചെയ്യുന്നു? അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. പണ്ഡിതന്മാർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അവർ പരസ്പരം വഅദ് നടത്താറുണ്ട് എന്ന്, പരസ്പരം ഉപദേശിക്കാറുണ്ട്. 3 ഉപദേശങ്ങളാണ് അവർ നടത്താറുള്ളത്. അതിൽ ഒന്നാമത്തെ ഉപദേശം മൻ അഹ്സന സരീറതഹു അഹ്സനല്ലാഹു അലാനിയതഹു. ആരെങ്കിലും ഒരാൾ അവന്റെ രഹസ്യ ജീവിതം നന്നാക്കിയാൽ അല്ലാഹു അവന്റെ പരസ്യ ജീവിതം ചെയ്യും, നന്നാക്കും. രണ്ടാമത്തേത് മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനൻ നാസ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ഇടയിലുള്ളതും അവന്റെ ഇടയിലുള്ളതുമായ പ്രശ്നം ഒരാൾ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഇടയിലുള്ള ബന്ധവും അവന്റെ ബന്ധവും ചെയ്തു നന്നാക്കി. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ചെയ്യും അവന്റെ ബന്ധവും ജനങ്ങൾക്കിടയിലുള്ള ബന്ധം ചെയ്യും അള്ളാഹു നന്നാക്കി കൊടുക്കും. മൂന്നാമത്തേത് മൻ അസ്ലഹ അംറ ആഖിറതിഹി അസ്ലഹ അല്ലാഹു അംറ ദുനിയാഹു. ആരെങ്കിലും ആഖിറത്തിന്റെ കാര്യം നന്നാക്കി കഴിഞ്ഞാൽ ദുനിയാവിന്റെ കാര്യം ചെയ്യും അള്ളാഹു അവന് നന്നാക്കി കൊടുക്കും. അപ്പൊ ഇതിൽ ആദ്യമായി പറഞ്ഞ നസീഹത്താണ്, ഒരു വഅദാണെന്ന്. ഒരാൾ രഹസ്യ ജീവിതം നന്നാക്കിയാൽ അള്ളാഹു ചെയ്യും അവന്റെ പരസ്യ ജീവിതത്തെ നന്നാക്കും എന്ന് പറയുന്ന നസീഹത്ത്. അതിൽ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് അസ്ലു കുല്ലി ഖൈരിൻ ഫിദ് ദുനിയ വൽ ആഖിറ അൽ ഖൗഫു മിനല്ലാഹ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളുടെയും താക്കോലാണത് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുൽ ഖാസിം അൽ ഹകീം റഹിമഹുല്ലാഹ് പറയുന്നത് മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു വമൻ ഖാഫ അല്ലാഹ ഹരിബ ഇലൈഹി. നമ്മൾ സാധാരണ എന്തിനെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ആ പേടിക്കുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിട്ടു നിൽക്കും. അതാണ് ചെയ്യാം. എന്നാൽ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാലോ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാം, അള്ളാഹുവിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യാം. അല്ല, അതാണ് മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു. എന്തെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കും. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാലോ ഹരിബ ഇലൈഹി, അള്ളാഹുവിലേക്ക് പേടിച്ചെന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഓടും എന്നതാണ്. യഹ്യ ഇബ്നു മുആദിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മൻ ആമനുൽ ഖൽഖി ഗദൻ. നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നിർഭയനായ മനുഷ്യൻ, ഒരു പേടിയുമില്ലാതെ സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തത് അശദ്ദുഹും ഖൗഫൻ അൽ യൗം. ഇന്ന് അങ്ങേയറ്റം പേടിക്കുന്നവരാണ് എന്ത് ചെയ്യുക? നാളെ ഏറ്റവും നിർഭയത്വത്തോടുകൂടി ആഖിറത്തിൽ കഴിയേണ്ടി വരിക. അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും ആളുകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലാഹുവിനെ പേടിക്കുക എന്നുള്ള വിഷയം. പല ആളുകൾക്കും എന്തില്ല, ഖൗഫ് എന്ന് പറയുന്ന കാര്യം തന്നെ എടുത്തു മാറ്റപ്പെട്ട രൂപത്തിലാണ് പല ആളുകളുടെയും പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ നിരന്തരം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹുവിനെ നമുക്ക് പേടിയുണ്ടോ? അല്ലാഹുവിന്റെ വിഷയത്തിൽ പേടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നിരന്തരം നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ പേടിക്കുന്ന വിഷയത്തിൽ അതീവമായ ഭയമായിരുന്നു അല്ലാഹുവിനോട് അവർക്ക് ഉണ്ടായിരുന്നത്. ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഷൈആനി ഖതഅ അന്നി ലദ്ദത്തുദ് ദുനിയ. ദുനിയാവിന്റെ ലദ്ദത്തുകളെല്ലാം, ദുനിയാവിന്റെ ലദ്ദത്തുകൾ, ആസ്വാദനങ്ങളെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാനുള്ള കാരണം രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ദുനിയാവിനോടുള്ള യാതൊരു താല്പര്യവും എനിക്കില്ലാതായിപ്പോയി. ഒന്നാമത്തേത് ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ദുനിയാവിനോടുള്ള എല്ലാ താല്പര്യവും ഇല്ലാതാക്കി കളഞ്ഞത്. മറ്റൊന്ന് വദിക്റുൽ മൗഖിഫി ബൈന യദൈല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്ന ഒരു ചിന്തയാണ് ദുനിയാവിനോടുള്ള ഭ്രമം, ദുനിയാവിനോടുള്ള ആഗ്രഹം അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാനുള്ള കാരണം.
മറ്റൊരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അസ്ഹാബുകൾ, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ആളുകൾ പറയുകയുണ്ടായി, കുന്നാ നദ്ഖുലു അലൽ ഹസൻ ഫമാ ഹുവ ഇല്ല അന്നാർ വൽ ഖിയാമത വൽ ആഖിറത വദിക്റൽ മൗത്ത്. അദ്ദേഹം പറയാണ്, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ മജ്ലിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ നരകത്തെ കുറിച്ചായിരിക്കും സംസാരം, അതല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചായിരിക്കും സംസാരം, അതുമല്ലെങ്കിൽ ആഖിറത്തിനെ കുറിച്ചായിരിക്കും സംസാരം. അപ്പൊ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മജ്ലിസിലുള്ള സംസാരം. എന്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പ്രാർത്ഥിച്ച വിഷയമാണെന്ത്? അല്ലാഹുവേ, നിന്നെ അദൃശ്യത്തിലും ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? എന്നെ ഉൾപ്പെടുത്തണം. റസൂൽ പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനക്ക് എന്തുണ്ട്? അത്രയും ഗാംഭീര്യവും അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹുവിനെ ഗൈബിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമാം തിർമിദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇഖ്സിം ലനാ മിൻ ഖശ്യതിക്, നിന്റെ ഖശ്യത്ത് എന്ത് ചെയ്യണം? എനിക്ക് നീ നൽകണം. മാ യഖൂലു ബൈനനാ വ ബൈന മആസിക്, എന്റെയും എന്റെ തെറ്റിന്റെ ഇടയിലും എന്ത് ചെയ്യണം? നിന്റെ ഖശ്യത്ത് റബ്ബേ എനിക്ക് നൽകണം എന്നായിരുന്നു റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പേടി ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റിലേക്ക് എന്ത് ചെയ്യൂല? ഒരു മനുഷ്യൻ എത്തിപ്പെടുകയില്ല. മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അതിൽ അവസാനം പറയുന്നത് അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, ഖുശൂ ഇല്ലാത്ത ഖൽബിനെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ ശരണം തേടുന്നു. കാരണം ഖുശൂ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാകും. അതിന് ഒരു ലദ്ദത്ത്, ഒരു ആസ്വാദനം നമുക്ക് എന്ത് ചെയ്യൂല? ലഭിക്കുകയില്ല എന്നാണ്. ഇബാദത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്? ഖുശൂ ഉണ്ടാവുക, വളരെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക എന്ന വിഷയം. അപ്പൊ ആ ഭയഭക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ, നമ്മുടെ ഇബാദത്തിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? അത് ബാധിക്കും. മറ്റൊന്ന്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവർക്ക് എന്താ ഉള്ളത്? ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട് എന്നതാണ്. അവർക്ക് പാപമോചനമുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി എന്നിങ്ങനെ തുടങ്ങുന്ന അവസാനം വൽ ഖാശിഈന വൽ ഖാശിആതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ. ഈ പറഞ്ഞ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും കാണിതീങ്ങൾക്കും കാണിതാത്തുകൾക്കും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആണുങ്ങൾക്കും അല്ലാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീകൾക്കും എല്ലാ ആളുകൾക്കും അഅദ്ദല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് മഗ്ഫിറതൻ, പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്നെന്താ? വ അജ്റൻ അദീമ, മഹത്തരമായ പ്രതിഫലവും അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെട്ടാൽ ലഭിക്കുക. ഒന്ന് മഗ്ഫിറത്ത് ലഭിക്കും, മറ്റൊന്ന് വമ്പിച്ച പ്രതിഫലം ലഭിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് മഗ്ഫിറത്ത് ആദ്യം പറയാനുള്ള കാരണം? ഇവിടെ ആദ്യം പറഞ്ഞത് മഗ്ഫിറത്താണ്, പ്രതിഫലം എന്ത് ചെയ്തത്? ആദ്യം പറഞ്ഞത്, മറിച്ച് പാപമോചനം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും? ആദ്യം പാപമോചനത്തെ കുറിച്ച് പറയുന്നു, പിന്നെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ പാപികളായതുകൊണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ്? അദൃശ്യത്തിൽ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അപ്പൊ അവർക്ക് എപ്പോഴും മനസ്സിൽ പേടിയായിരിക്കും, എന്താണ് നാളെ ആയി കഴിഞ്ഞാൽ എന്റെ അവസ്ഥ. അപ്പൊ അല്ലാഹു അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണത്, നിങ്ങൾക്ക് എന്തുണ്ട്? മഗ്ഫിറത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? ചെയ്ത പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു നമുക്ക് പുറത്തു തരും. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് പോലും എന്തിന്റെ ആവശ്യമുണ്ട്? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ആവശ്യമുണ്ട് എന്നും എന്ത് ചെയ്യും? ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എത്ര തന്നെ ഉന്നതന്മാരായാലും നമുക്ക് എന്തുണ്ട്? വളരെ വലിയ പോരായ്മകൾ, അടിമ എന്ന നിലക്ക് നമുക്കുണ്ട് എന്നത് ഉറപ്പാണ്. എന്നിട്ട് അള്ളാഹു പറയാം മഗ്ഫിറത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മഗ്ഫിറത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയപ്പെടുന്ന ആളുകളുടെ മനസ്സെന്ത് ചെയ്യും? ഒരു സാവധാനത്തിലേക്ക് എത്തും. എന്നിട്ട് പറയാം വഅജ്റുൻ കബീർ, വമ്പിച്ച പ്രതിഫലവുമുണ്ട്. അപ്പൊ സന്തോഷത്തിനുള്ള വകയാണ് അവർക്ക് സന്തോഷത്തിനുള്ള വകയാണ്. പിന്നെ അവിടെ മഗ്ഫിറത്ത് വഅജ്റുൻ കബീർ എന്നതൊക്കെ അലിഫ്ലാം ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തഅലീമിനെയാണ് സൂചിപ്പിക്കാനാണ്. മഹത്തരമായ മഗ്ഫിറത്തുണ്ട്, മഹത്തരമായ പ്രതിഫലമുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മഗ്ഫിറത്തുമുണ്ട്,
അവർക്ക് അജ്റുൻ കബീർ, വമ്പിച്ച പ്രതിഫലവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സബഅത്തു യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലി അർശിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ തണൽ മാത്രമുള്ള ദിവസം, വേറെ ഒരു തണലും അന്ന് ഉണ്ടാവുകയില്ല. ആ ദിവസത്തിൽ 7 ആളുകൾക്കാണ് തണൽ ലഭിക്കുക. അതിൽ 2 ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ ഒന്നാമത്തെ ആള് റജുലൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ. ഒരു പുരുഷൻ എന്ത് ചെയ്തു? ഒരു മോശമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സ്ത്രീ വിളിക്കുകയാണ്. ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണ്? ദാതു മൻസിബ്, നല്ല കുടുംബ ബന്ധമുള്ള സ്ത്രീയാണ്. വജമാലിൻ, കാണാൻ എന്തുണ്ട്? നല്ല ഭംഗിയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീ മോശമായ പ്രവർത്തനത്തിന് വേണ്ടി വിളിക്കുന്നു. ആ സമയത്ത് ആ പുരുഷൻ പറയണത് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ എന്ത് ചെയ്യും? അവന് ലഭിക്കും. അതാണ് ഒന്നാമത്തെ ആൾ. കാരണം അദൃശ്യത്തിൽ എന്ത് ചെയ്തു? അല്ലാഹുവിനെ ഭയപ്പെട്ടു. രണ്ടാമത്തെ ആൾ വറജുലൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരാൾ എന്ത് ചെയ്തു? സ്വതക്ക കൊടുത്തു. ആ സ്വതക്ക കൊടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് കൈ അറിയാതെയാണ് എന്ത് ചെയ്തത്? വലത് കൈ കൊടുത്തത്. അത്രയും സൂക്ഷ്മമായി ആരും കാണാതെയാണ് ചെയ്യുന്നത്, സ്വതക്ക കൊടുക്കുന്നത്. ഇവിടെയും എന്തുണ്ട്? അദൃശ്യത്തിൽ നന്മ ചെയ്യുക എന്ന വിഷയമുണ്ട്. ആരും കാണാതെ നന്മ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് എന്തുണ്ടാകും? നാളെ അർശിന്റെ തണൽ ലഭിക്കും. നമ്മുടെ അവസ്ഥ, നമ്മൾ അല്ലാഹുവിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു, നമ്മൾ അല്ലാഹുവിനോട് തഖ്വയുടെ വിഷയത്തിൽ ഏതൊരു ദർജയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതം നോക്കിയാൽ മതി. നമ്മുടെ രഹസ്യ ജീവിതം എത്രത്തോളം സംശുദ്ധമാണോ അതിനനുസരിച്ചിട്ട് അല്ലാഹുവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലാഹുവിൽ നിന്ന് നമ്മൾ ദിവസം തോറും അകന്നകന്ന് പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് പോലെയല്ല. അള്ളാന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല. ഇപ്പൊ ജനങ്ങൾ നമുക്ക് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്തു? ശമ്പളം കിട്ടി. ആ ശമ്പളം കിട്ടുകയാണെങ്കിൽ തന്നെ എത്രേ കിട്ടുള്ളൂ? ആ മാസത്തിൽ എത്രയാണോ നിശ്ചയിച്ചത് അത്രേ കിട്ടുള്ളൂ. അതിന് 1 രൂപ തയ്യൂല, അപ്പുറത്തെ കിട്ടൂല. എന്നാൽ അള്ളാന്റെ വിഷയത്തിലുള്ള അജ്റുൻ കബീറാണ്, മഹത്തരമായ അജ്റാണ്. അതാണ് ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ എത്ര മുതൽ എത്ര വരെയാണ് പ്രതിഫലം കൊടുക്കുക? അല്ലാഹു 10 മുതൽ 700 വരെയാണ്. 10 മുതൽ 700 വരെയാണ്. അതുമാത്രല്ല, അല്ലാഹു പ്രതിഫലമായി എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക? ഒരിക്കലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതാണ് സൂറത്തുൽ ബഖറയിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ എന്തൊരു ഖൈറാണോ ചെയ്യുന്നത് അത് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ യാതൊരു ഏറ്റക്കുറവുകളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുന്നവരാണ് മുത്തഖീങ്ങൾ. അങ്ങനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു. ഇനി നേരെ ആയത്തിന്റെ നേർവിപരീതം ഒന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെട്ടില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ഒരിക്കൽ പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി യഅതി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വരും. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബീദൻ. വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ അത്ര എന്തുണ്ടാവും? അവരുടെ നന്മകൾ ഉണ്ടാകുന്ന. ഫയജ്അലുഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അല്ലാഹു ദൈവം അത് ധൂളികളാക്കി അല്ലാഹു പറത്തിക്കളയുന്ന. ഖാല സൗബാൻ യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ. ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ ചെയ്യണം, ഞങ്ങൾക്കതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമാ ഇന്നഹും ഇഖ്വാനുകും. അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. വമിൻ ജിദ്ദതികും. നിങ്ങളുടെ അതേ ജിദ്ദിൽപ്പെട്ട ആളുകളാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവരും എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി നിസ്കരിക്കുന്നുണ്ട്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ. പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു വെച്ച കാര്യങ്ങൾ ഉണ്ടാവും, ചെയ്യരുത് എന്ന് പറഞ്ഞ് വെച്ച ബൗണ്ടറികൾ ഉണ്ടാവും. അതിനെന്തെയും അവര് ഇൻതഹഖൂഹാ, നശിപ്പിച്ചു കളയും. അതൊക്കെ ഹറാമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ പറയുന്നത്
സ്വഹാബാക്കളോട് പറയാം, രാത്രി നിസ്കരിക്കുന്ന പോലെയുള്ള ആളുകൾ വലിയ നന്മകളുമായി വരും, പക്ഷെ എല്ലാ നന്മകളും അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും. കാരണം അദൃശ്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതായി പോകുന്ന അവസ്ഥ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങേയറ്റത്തെ ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദൃശ്യത്തിൽ തിന്മ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്തത് അള്ളാഹു പറയുന്നത് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പ്രാധാന്യമാണ് സൂചിപ്പിച്ചത്. അപ്പൊ അതിനുശേഷം അള്ളാഹു എല്ലാ ഗൈബും എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. ഇനി അടുത്ത 13ാമത്തെ ആയത്തിൽ പറയുന്നത് എല്ലാ ഗൈബും ആരറിയുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. അതാണ് വഅസിറു ഖൗലകും അബിജ്ഹറു ബി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. വഅസിറു നിങ്ങൾ രഹസ്യമാക്കുക, ഖൗലകും നിങ്ങളുടെ സംസാരം, അബിജ്ഹറു ബി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ പരസ്യമാക്കിക്കോ, ഇന്നഹു തീർച്ചയായും അവൻ അലീമുൻ അറിയുന്നവനാണ്, അങ്ങേയറ്റം അറിയുന്നവനാണ്, ബിദാതിസ് സുദൂർ ഹൃദയങ്ങളിലുള്ളത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേയറ്റം അറിയുന്നവനാകുന്നു അല്ലാഹു. അപ്പൊ ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണം പറയുന്നത് ഫഖാല ബഅദുഹും ലിബഅദിൻ അസിറു ഖൗലകും കൈലാ യസ്മഅ റബ്ബു മുഹമ്മദിൻ. മുശ്രിക്കീങ്ങൾ പറയാം, അല്ലാഹു കേൾക്കാതിരിക്കാൻ, മുഹമ്മദിന്റെ റബ്ബ് കേൾക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സംസാരം പതുക്കെയാക്കണം. ഫനസലത് അപ്പോൾ എന്ത് ചെയ്തു, ആയത്തിറങ്ങി. വഅസിറു ഖൗലകും അബിജ്ഹറു ബി നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ആരറിയുന്നുണ്ട്, ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ അല്ലാഹു അറിയുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കാണ്. രഹസ്യവും കണക്കാണ്, പരസ്യവും അല്ലാഹുവിന് ഒരേപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഈ ആയത്തിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പരസ്യമായ കാര്യം പറയുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താ, രഹസ്യമായ കാര്യം അല്ലാഹു അറിയുന്നു. അതെന്താ കാരണം? രഹസ്യമായ കാര്യം അല്ലാഹു അറിയുന്നു എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ആദ്യം രഹസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതില് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞല്ലോ, മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ മുശ്രിക്കീങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെന്താ പറഞ്ഞത്, രഹസ്യമായി പറഞ്ഞാൽ അല്ലാഹു കേൾക്കൂല. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്തു, വഅസിറു ഖൗലകും നിങ്ങൾ രഹസ്യമാക്കിക്കോളി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്. അബിജ്ഹറു ബി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, പരസ്യമാക്കിക്കോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു രഹസ്യങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ രഹസ്യത്തെ പൊന്തിക്കാനുള്ള ഒന്നാമത്തെ കാരണം മുശ്രിക്കീങ്ങളെ വഷളാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ഒരു കാര്യം പരസ്യമായാലും ആ പരസ്യമായ കാര്യത്തിൽ എന്തുണ്ട്, രഹസ്യമുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടല്ലോ, ആ ഉദ്ദേശം രഹസ്യമാണല്ലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരസ്യമായ കാര്യത്തിന്റെ രഹസ്യം ആദ്യം അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രഹസ്യത്തെ എന്ത് ചെയ്തത്, ആദ്യം ഒന്നിച്ചു പറഞ്ഞത്. അതാണ് വഅസിറു ഖൗലകും അബിജ്ഹറു ബി. രണ്ടും എന്താണ്, അള്ളാഹുവിന് കണക്കാണ്. ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഈ ആയത്തിൽ വരുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് സക്കറിയ നബിയുടെ പ്രാർത്ഥന സൂറത്തു മറിയമിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സക്കറിയ നബി പ്രാർത്ഥിച്ച സന്ദർഭം എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, നിദാഅൻ ഖഫിയ്യ, വളരെ പതുക്കെ മെല്ലെയാണ് എന്ത് ചെയ്യുന്നത് സക്കറിയ നബി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഖഫിയ്യ ആയിട്ടാണ്. കാരണം അല്ലാഹു എന്ത് ചെയ്യും, അല്ലാഹു എല്ലാം കേൾക്കുന്നവരാണ്. ഖാല റബ്ബി ഇന്നി വഹന അൽഅൽമു മിന്നി വഷ്തഅല അർറഅസു ശീബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. എൻ്റെ മുടി എന്ത് ചെയ്തിട്ടുണ്ട്, നരബാധിച്ചിട്ടുണ്ട്, എൻ്റെ എല്ലുകൾക്ക് ക്ഷയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഒരിക്കലും നിന്നോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ദുർബലനായിട്ടില്ല. വഇന്നി ഖഫ്ഫിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ. എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, പ്രസവിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ്. എന്നാൽ എനിക്ക് ശേഷമുള്ള ആളുകൾ, എനിക്ക് ശേഷം പ്രവാചകന്മാരായി വരേണ്ട എൻ്റെ കുടുംബക്കാരുള്ള മറ്റു ആളുകൾ, അവർ എന്തല്ല, അതിനർഹരുമല്ല. നിന്റെ ബാധ്യതകൾ നിറവേറ്റുന്ന ആളുകളല്ല അവർ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്കൊരു സന്താനത്തെ തരണം. അപ്പൊ അവിടെ പതുക്കെയാണ് സക്കറിയ നബി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിച്ചാലോ ഇവരൊക്കെ കേൾക്കൂലേ, ഇവരൊക്കെ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവും. സക്കറിയ നബിയോട്
ശത്രുത വെച്ച് പുലർത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഹഫിയായിട്ട് പ്രാർത്ഥിക്കലാണെന്ത് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഹഫിയായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നാവിന്റെ ചലനം ഉണ്ടാകണം. മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, നാവിന്റെ ചലനം പ്രാർത്ഥനക്ക് ഉണ്ടാകണം. നാവിന്റെ ചലനം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്, പ്രാർത്ഥനയായി പരിഗണിക്കപ്പെടും. ഈ ആയത്ത് വെച്ചിട്ടാണ് ആ കാര്യം അവർ വിശദീകരിക്കുന്നത്. ഇന്നഹു അലീമുൻ ബിദാതി അസ്സുദൂർ. അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിയുന്നു. അപ്പൊ അത് ഹൃദയങ്ങളിലുള്ളത് എന്തുമാകട്ടെ, നമ്മുടെ നിയ്യത്തുകൾ അറിയും, നമ്മുടെ ഉദ്ദേശങ്ങളെ അറിയും, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട്. സവാഉൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി. നിങ്ങളുടെ സംസാരം അത് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അല്ലാഹുവിന് ഒരുപോലെയാണ്. സൂറത്തുൽ റഅദിലെ 10ാമത്തെ ആയത്ത്. സൂറത്തു ത്വാഹയിലെ 7ാമത്തെ ആയത്ത്, വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. വല്ലാത്തൊരു പ്രയോഗമാണ് ഈ ആയത്തിൽ നടത്തുന്നത്. വഇൻ തജ്ഹർ ബിൽ ഖൗൽ, നീ എന്ത് ചെയ്യാണ്, സംസാരം ജഹറാക്കുക, പരസ്യമാക്കുക. ഫഇന്നഹു യഅലം, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അസ്സിർറ, രഹസ്യവും അറിയുന്നുണ്ട്. വഅഖ്ഫ, രഹസ്യത്തിന്റെയും എന്ത് അതീവ രഹസ്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. അപ്പൊ രഹസ്യം തന്നെ എന്താണ്, അറിയാത്ത ഒന്നാണ്. അതിനേക്കാളും അഖ്ഫയായ അതീവ രഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതെന്താ അതീവ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അല്ലാഹു അറിയുന്നു എന്നതിന്റെ ഉദ്ദേശം എന്താ? അതായത് ഒരു കാര്യം രഹസ്യമാകുന്നതിന് മുമ്പ്, തന്നെ അല്ലാഹുക്ക് അറിയാം ആ കാര്യം എന്താണ്, രഹസ്യമാണ്. അതാണെന്ത്, അതീവ രഹസ്യം എന്നത്. ഒരു കാര്യം രഹസ്യമാകുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം രഹസ്യമാണ് എന്ന് അല്ലാഹു അറിയുന്നു. അതാണ് ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് വരിക. ഒന്ന് പരസ്യമായ കാര്യം, അത് അല്ലാഹു അറിയുന്നു. മറ്റൊന്ന് രഹസ്യമായ കാര്യം, അതും അല്ലാഹു അറിയുന്നു. മറ്റൊന്ന് അതീവ രഹസ്യമായ കാര്യം. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട് എന്നാണ് ആയത്തിന്റെ വിവക്ഷയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്തിൽ മുമ്പത്തെ ആയത്ത് ഒന്നും കൂടി വ്യക്തമാക്കാൻ, അതായത് വഅസ്റു ഖൗലകും വഅജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. അപ്പൊ സ്വാഭാവികമായിട്ടും സൃഷ്ടികൾ ചോദിക്കാൻ ഇടയുണ്ട്, അതെങ്ങനെയാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുക? അതിനുള്ള മറുപടിയാണെന്ത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലം, അറിയുകയില്ലേ, മൻ ഖലഖ, സൃഷ്ടിച്ചവനായവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുകയില്ലേ, വഹുവൽ ലതീഫു അൽ ഖബീർ. അവൻ ലതീഫ, നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയുമാണ്. അപ്പൊ ഇവിടെ ഖാലിഖ് എന്നാണ് പ്രയോഗിച്ചത്. അല്ലാഹുക്ക് ഒരുപാട് നാമങ്ങളുണ്ടല്ലോ, ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയുന്നില്ലേ. അപ്പൊ സൃഷ്ടിച്ചവൻ അറിയുന്നില്ലേ എന്ന ആ സൃഷ്ടാവ് എന്ന നാമം ഉപയോഗിക്കാൻ പ്രത്യേകം ഒരു കാരണമുണ്ട്. വേറെ പല നാമവും അവിടെ ഉപയോഗിക്കാമായിരുന്നു. അല്ലാഹുക്ക് 99ഓളം നാമങ്ങളുണ്ട്. റാസിഖ് എന്ന നാമം, അതേപോലെ തന്നെ ഫത്താഹ് എന്ന നാമം, മാലിക് എന്ന നാമം, ഇതൊന്നും ഉപയോഗിക്കാതെ ഖാലിഖ് എന്ന നാമമാണ് ഉപയോഗിച്ചത്. കാരണം സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? ഒരു കാര്യം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവിനുണ്ടായിരിക്കേണ്ട വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ആ സൃഷ്ടാവിന് എന്തുണ്ടാകും, അറിവുണ്ടാകും എന്നത്. ആ സൃഷ്ടാവിന് എന്തുണ്ടാകും, കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടാകും. കാരണം ഒരു കാര്യം അറിയാതെ ചെയ്യാൻ പറ്റൂല, സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അലാ യഅലമു മൻ ഖലഖ, ഖലഖ എന്നത് അവിടെ ഉപയോഗിച്ചത്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ റബ്ബിന്റെയും എല്ലാം അറിയും. രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പൊ ഇവിടെ അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ റബ്ബ് അറിയുന്നില്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വിഷയമാണ്, ഒരു കാര്യം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആരാ പറയാ? ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാളെ പറയാം. അതിലെന്തുണ്ടാവും, മാനുവൽ ഉണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും, അതിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഒരാൾ ആ കാറ്റലോഗ് ഒക്കെ എടുത്ത് പറയാം, ഞാൻ എൻ്റെ ഉദ്ദേശത്തിന് എന്ത് ചെയ്യും, ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ഉപയോഗിച്ചെന്ന് വിചാരിക്കാം. ആ വസ്തുവിന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി കിട്ടും, വാരണ്ടി ഉണ്ടെങ്കിൽ വാരണ്ടി കിട്ടും. ഒന്നും കിട്ടൂല, ഒക്കെ എന്ത് ചെയ്യും, തള്ളിപ്പോവും. ഇത് അടിസ്ഥാനപരമായ വിഷയമാണ്. എന്നാൽ അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്.
അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹു ഉദാഹരണങ്ങൾക്ക് അപ്പുറമാണ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ആര് പറയണം? അള്ളാഹു പറയണം. അപ്പൊ അതാണ് ചെയ്യേണ്ടത്, നമ്മൾ അനുസരിക്കേണ്ടത്. അള്ളാഹു പറയും, നിനക്ക് ഇതാണ് ഖൈർ, നീ ഇതാണ് ചെയ്യേണ്ടത്, നീ ഇന്നത് ചെയ്യരുത്. കാരണം സൃഷ്ടിച്ചവനാരാ? അള്ളാഹുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാൻ ഏറ്റവും അർഹനായവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അള്ളാഹു പറഞ്ഞതൊന്നും കേൾക്കാതെ ഒരുത്തൻ ജീവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫസാദ് ഉണ്ടാവും, ഭൂമിയിൽ ഫസാദ് ഉണ്ടാവും. കാരണം അള്ളാഹുവിന് അറിയാം എന്ത് ചെയ്യലാണ് നന്മ, എന്ത് ചെയ്യലാണ് തിന്മ, അത് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നൊക്കെ അള്ളാഹുവിന് പൂർണ്ണമായും അറിയാമെന്ന്. അവിടെയാണ് ചില നിരീശ്വരവാദികളൊക്കെ മുസ്ലിമീങ്ങളെ കളിയാക്കുന്നത്. അത് മുസ്ലിമീങ്ങൾ എന്താണ്? അടിമകളാണ്, അവരിങ്ങനെ അള്ളാഹു പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ നൂനിയയിൽ നല്ലൊരു മറുപടി അവർക്ക് നൽകുന്നുണ്ട്. ഹരിബു മിനർ റിഖ്ഖില്ലദി ഖുലിഖു ലഹു ഫഖുലു ബിറിഖ്ഖി നഫ്സി വശൈത്വാനി. അവരെ നമ്മളെ കളിയാക്കാണെന്ത്? അള്ളാഹിന്റെ അടിമകളാണ്, അള്ളാഹിന്റെ അടിമകളാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ കളിയാക്കുന്നവർ ആരുടെ അടിമകളാണ്? ഒന്നുകിൽ നഫ്സിന്റെ അടിമകളാണ്, അതല്ലെങ്കിൽ ശൈത്താന്റെ അടിമകൾ. അപ്പൊ അതിനേക്കാളും നല്ലത് ആരുടെ അടിമയാകലാണ്? അള്ളാഹിന്റെ അടിമയാകലാണ്. അതിനേക്കാളും നല്ലത് അള്ളാഹുവിന്റെ അടിമയാകലാണ്. അപ്പൊ നമ്മൾ ആര് തന്നെയാണ്? സ്വാഭാവികമായിട്ടും നമ്മളെ കളിയാക്കിയാൽ തന്നെ നമുക്ക് പ്രതാപത്തോടു കൂടി പറയാം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, നീ ഒന്നുകിൽ നഫ്സിന്റെ അടിമയാണ്, അതല്ലെങ്കിൽ ശൈത്താനിന്റെ അടിമയാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, അള്ളാഹു പറയുന്ന കൽപ്പനകൾ, നിരോധനങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദുനിയാവിൽ സുഖകരമായ ജീവിതം ചെയ്യും നമുക്ക് ലഭ്യമാകും. രണ്ടാമത്തേത്, ആഖിറത്തിൽ ചെയ്യും അതിനേക്കാളും വലുതാണ് നമുക്ക് ലഭിക്കുക. സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല, പേടിയുമില്ല, വിഷമവുമില്ല. അതേപോലെ തന്നെ സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ ആയത്ത്, ഫലാ യദില്ലു വലാ യശ്ഖാ. എന്റെ ഹുദയെ, എന്റെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ ഫലാ യദില്ലു, അവൻ ദുനിയാവിൽ എന്ത് ചെയ്യൂല? വഴിപിഴച്ചു പോകൂല. ഇനി ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് ഞാൻ പിൻപറ്റി പോയല്ലോ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവോ? ഒരിക്കലുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലും അവൻ ശികായത്ത് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല, മറിച്ച് സആദത്തായിരിക്കും, സന്തോഷവും സൗഭാഗ്യവുമായിരിക്കും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ ഉണ്ടാവുക. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫു അൽ ഖബീർ. ലതീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനാണ് ആര്? അല്ലാഹു. നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവൻ ലതീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ മറ്റു പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ലതീഫ് എന്നാണ്, ലുതുഫ് എന്ന പദത്തിൽ നിന്നാണ് ലതീഫ് എന്ന് വന്നിട്ടുള്ളത്. ലതീഫ് സൂപ്പർലേറ്റീവ് ആണ് ഫോം, അങ്ങേറ്റം നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവൻ. അപ്പൊ അള്ളാഹുവിന് എത്ര തന്നെ ചെറിയ വസ്തുവായാലും അള്ളാഹുവിന് അതൊക്കെ എന്ത് ചെയ്യും? വെളിവാകുന്നുള്ളതാണ്, എല്ലാം വെളിവാകും. എന്നാ മനുഷ്യനെ സംബന്ധിച്ചോ, ചെറുതാകുന്നതിനനുസരിച്ച് കോംപ്ലിക്കേഷൻ കൂടിയിട്ടാണ് വരും. ഒരു കാര്യം എത്രത്തോളം ചെറുതാകുന്നോ അതിനനുസരിച്ചിട്ട് കോംപ്ലിക്കേഷൻ കൂടും, അത് കാണാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് കൂടും. അവിടെയാണ് ചെറിയ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമീബ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ കാണുക. ആ മൈക്രോസ്കോപ്പിൽ തന്നെ 2 തരം മൈക്രോസ്കോപ്പുകളാണുള്ളത്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പും മറ്റൊന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമാണ്. ഈ ലൈറ്റ് മൈക്രോസ്കോപ്പ് തന്നെ 1000 എന്ത് ചെയ്യും? ഒരു ചെറിയ വസ്തുവിനെ 1000 പതിന്മടങ്ങ് വലുതാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? കാണുക. 1000 പതിന്മടങ്ങ് വലുതാക്കണം. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പോ 10 ലക്ഷം ചെയ്യും അതിന് വലുപ്പത്തിനാണ് എന്ത് ചെയ്യുക? കാണുക. കാരണം അത്രയും ചെറുതായിരിക്കും. അപ്പൊ ചെറുതാകുന്നതിനനുസരിച്ച് മനുഷ്യന് കാണാൻ എന്തുണ്ടാകും? പ്രയാസം ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ദുർബലത. എന്ത് ചെയ്യും? നമുക്ക് ബോധ്യപ്പെടുന്ന രംഗാണ് നമ്മുടെ ദുർബലത. വഹുവൽ ലതീഫു അൽ ഖബീർ. ഖബീറാണ് അല്ലാഹു. ഖബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും നടക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹുവിനെ എന്ത് ചെയ്യാൻ പറ്റൂല? കണ്ണുകൾക്ക് വലയം ചെയ്യാൻ പറ്റുകയില്ല, മറിച്ച് അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്യും? വലയം ചെയ്യും.
നിങ്ങളുടെ കണ്ണുകൾക്ക് അള്ളാഹുവിനെ വലയം ചെയ്യുക സാധ്യമല്ല. വഹുവൽ ലതീഫു അൽ ഖബീർ, അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവരും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇതിന് സമാനമായ ആയത്തുകൾ പല സൂറത്തിലും വന്നിട്ടുണ്ട്. സൂറത്തു ശൂറയിലെ 12-ാമത്തെ ആയത്ത്, ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി അസ്സുദൂർ, അല്ലാഹു കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നു. അതോടൊപ്പം തന്നെ വമാ തുഖ്ഫി അസ്സുദൂർ, എന്താണോ അവന്റെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് അതും അല്ലാഹു അറിയുന്നുണ്ട്. ഇനി 15-ാമത്തെ ആയത്താണ്. 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് 15-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഹുവല്ലദീ, അവനാണ്, അല്ലദീ എങ്ങനെയുള്ളവൻ, ജഅല ലക്കുമുൽ അർദ, ഭൂമിയെ നിങ്ങൾക്ക് ആക്കി തന്നു, ദലൂലൻ വിധേയമാക്കി തന്നു, ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ഭൂമിയെ വിധേയമാക്കി. ഫംശു, നിങ്ങൾ നടന്നുകൊള്ളുക, ഫീ മനാകിബിഹാ, അതിന്റെ മുകളിലൂടെ, അതിന്റെ ചുമലുകളിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹുവിന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. വഇലൈഹി നുശൂർ, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന ഓർമ്മയും നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ. അപ്പോൾ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അല്ലാഹു ഭൂമിയെ നിങ്ങൾക്ക് ദലൂലാക്കി തന്നിട്ടുണ്ട്, വിധേയമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് സമാനമായ ആയത്ത് സൂറത്തുൽ ജാസിയയിൽ അല്ലാഹു പറയുന്നുണ്ട്, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅ, അല്ലാഹു മുഴുവൻ ആകാശങ്ങളും ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅൻ വഅംവാത വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാത. അല്ലാഹു ഭൂമിയെ ഉൾക്കൊള്ളുന്നതാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മരിച്ച ആളുകളെയും ഉൾക്കൊള്ളും, ജീവിച്ചിരിക്കുന്ന ആളുകളെയും ഉൾക്കൊള്ളും. അതോടൊപ്പം തന്നെ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു ഭൂമിയെ നമുക്ക് വിധേയമാക്കി തന്നു എന്നത് വലിയ അനുഗ്രഹം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭൂമിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. എന്തിനേറെ പാറകൾ വരെ എന്ത് ചെയ്യാറുണ്ട്, തുരന്നുകൊണ്ട് മനുഷ്യന്മാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാറുണ്ട്. കോറികളിലൊക്കെ നടക്കുന്നതാണ്. പാറകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ തുരയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമുക്ക് ഭൂമിയെ അല്ലാഹു വിധേയമാക്കി തന്നിട്ടുണ്ട്. അവിടെ ആ ആയത്തിന്റെ ഘടന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹുവല്ലദീ, അവനാണ്, ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നത്. അപ്പൊ അവിടെ ശരിക്കും ആ ലക്കും എന്ന പദം അൽ അർദ് എന്ന പദത്തിന് ശേഷം വരേണ്ടതാണ്. അൽ അർദ് എന്ന പദത്തിന് ശേഷം വരേണ്ടതാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അവനോട് കാര്യം പറഞ്ഞിട്ടില്ല, എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, മനുഷ്യൻ എന്താ കാര്യം, എന്താ പെട്ടെന്ന് പറയുന്നുണ്ട്, അവൻ ചിലപ്പോൾ പറയും. അപ്പൊ അതേപോലെയാണ് ആയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട്. എന്താണ് അത്, എന്ത് ചെയ്യും, മനസ്സ് കൊതിക്കും. അതാണ് അൽ അർള ദലൂലൻ, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. എന്തിനാണ് വിധേയമാക്കി തന്നത് എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ അതിന്റെ മനാകിബുകളിലൂടെ എന്ത് ചെയ്യാം, നടക്കുക. മനാകിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയോരങ്ങൾ, അതേപോലെ തന്നെ ജിബാൽ, പർവ്വതങ്ങൾ, അതിന്റെ അരുകളിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ നടന്നുകൊള്ളുക. അതായത് ഭൂമിയിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. എന്തിനു വേണ്ടിയിട്ടാണ്, വകുലൂ മിൻ റിസ്ഖിഹി, അവന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ ഭൂമിയിൽ നടക്കാൻ വേണ്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റിസ്ക് നേടാൻ വേണ്ടിയിട്ടാണ്, ഉപജീവന മാർഗം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ സമ്പാദിക്കുന്നതിനുള്ള പ്രോത്സാഹനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സമ്പാദിക്കുന്നതിനുള്ള പ്രോത്സാഹനം അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല സമ്പാദ്യം എന്താണ്? ആ സമയത്ത് മറുപടി പറയുന്നത് അമലുർ റജുലി ബിയദിഹി, ഒരാൾ അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയുന്നു വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ നല്ല കച്ചവടവും എന്താണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്നാണ് റസൂൽ മറുപടി പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സമ്പാദിക്കണം എന്നുള്ളതാണ്. ചടഞ്ഞുകൂടി സമ്പാദിക്കാതെ ഇബാദത്തിൽ ഏർപ്പെടാനുള്ളത് എന്തല്ല,
ദീനിൽ അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകിയിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യണം? സമ്പാദിക്കണം. സമ്പാദിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഹദീസ് ഈ പറയുന്ന ആയത്തിലും നമ്മൾ സൂചിപ്പിച്ച ഹദീസിലും ഉള്ളത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ സ്വന്തം നയിച്ചുണ്ടാക്കിയത്, അവന്റെ കരങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് നയിച്ചുണ്ടാക്കിയതിനേക്കാളും ഖൈറായ ഒന്നും ചെയ്തിട്ടില്ല, അവൻ ഭക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്ത് പ്രോത്സാഹനം നൽകിയിട്ടില്ല? മറ്റാളോട് അപേക്ഷിക്കുക എന്നുള്ള പ്രോത്സാഹനം ഇസ്ലാം നൽകിയിട്ടില്ല. വഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കൈ കൊണ്ട് പണിയെടുത്തിട്ട് അതിൽ നിന്നായിരുന്നു ഭക്ഷിക്കാറുണ്ടായിരുന്നത്. അമ്പിയാക്കൾക്ക് എല്ലാ ആളുകൾക്കും എന്തുണ്ടായിരുന്നു? അവരുടേതായ ജോലികൾ ഉണ്ടായിരുന്നു എന്നാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കർഷകനായിരുന്നു എന്നും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖയ്യാത്തായിരുന്നു എന്നാണ്. തുന്നുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നജ്ജാറായിരുന്നു, ആശാരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബന്നാഅൻ, നിർമ്മിക്കാനൊക്കെ പറ്റുന്ന ഒരു നിർമ്മാതാവായിരുന്നു. ഇല്യാസ് അലൈഹിസ്സലാം നസ്സാജൻ, നസ്ജ് ചെയ്യാന്ന് പറയുമ്പോൾ കോർക്കുക, ഇത് വസ്ത്രത്തൊക്കെ എന്ത് ചെയ്യാം? കോർത്ത് വസ്ത്രം ഉണ്ടാക്കുക. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇരുമ്പിനെ ഏത് രൂപത്തിലും ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്തിരുന്നു? അള്ളാഹു മുഅ്ജിസത്തായിട്ട് ദാവൂദ് നബിക്ക് നൽകിയിരുന്നു. ആ ഇരുമ്പിനെന്ത് ചെയ്യും? അത് പല രൂപത്തിലുണ്ടാക്കി അത് വിൽക്കുന്ന ഒരു ജോലിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിരുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, എന്തിനേറെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെറുപ്പകാലത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര പോകുന്നുണ്ട്. കച്ചവടാർത്ഥത്തിന് വേണ്ടിയിട്ട് ഒരു 12 വയസ്സിന്റെ ആ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വന്തം എന്ത് ചെയ്യണം? സ്വന്തം നയിച്ചുണ്ടാക്കണം എന്നത് തന്നെയാണ്. അതിനുള്ള പ്രോത്സാഹനമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ആയത്തിൽ പറയുന്നത് എന്താ? ഉപജീവന മാർഗം തേടി നടക്കണം എന്നാണ്. ഫംഷു എന്നാണ് പറയുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മള് ഉപജീവന മാർഗം തേടുന്ന വിഷയത്തിൽ നമ്മൾ നടക്കുക മാത്രമല്ല, നമ്മളെന്ത് ചെയ്യും? ബാക്കിയൊക്കെ ചെയ്യും. എയർപ്ലെയിൻ കയറി പോകും, പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ജോലി തേടും, ജോലിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. അതേ സമയത്ത് അള്ളാഹു നന്മകളെ കുറിച്ച് പറയുമ്പോൾ കാണാൻ ചെയ്യുന്നത്, നന്മയിൽ ധൃതിപ്പെട്ടവർ പോകാറുണ്ടായിരുന്നു. അപ്പൊ നന്മയുടെ വിഷയത്തിലാണ് ധൃതി എന്ത് ചെയ്യുന്നത്? പറഞ്ഞത്. ഈ വിഷയത്തിൽ ഉള്ള പറഞ്ഞത് നിങ്ങൾ അതിന്റെ മനാക്കിബുകളിലൂടെ നടന്നുകൊള്ളുക എന്നാ പറയുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. അപ്പൊ ഇവിടെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ടി എന്ത് ചെയ്യരുത്? നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എന്നിട്ട് ശേഷം പറയുന്നത് അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അപ്പൊ അവിടെ ഉള്ള പ്രയോഗം ശ്രദ്ധിച്ചു നോക്കിയേ. അള്ളാഹുവിന്റെ റിസ്കാണ്, നമ്മുടേതല്ല, അള്ളാഹുവിന്റെ റിസ്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമുക്ക് ലഭിച്ച സമ്പത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ട് നമ്മുടേതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാന്റെ റിസ്കാണ്, അള്ളാഹ് എന്ത് ചെയ്തു? എനിക്ക് വീതിച്ചു തന്നു എന്ന ഒരു വിനയത്തിന്റെ ഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതല്ല ഇത് എന്റേതാണ്, ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന അഹങ്കാര വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയുന്ന, അള്ളാഹ് നശിപ്പിച്ചു കളയും. അതാണ് ഖാറൂന് സംഭവിച്ചത്. നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന്. അപ്പോ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നത് തിന്നാൻ വേണ്ടി മാത്രമാണോ? അല്ല. പിന്നെന്തുകൊണ്ടാ കുലൂന്ന് ആദ്യം പറഞ്ഞത്? സമ്പാദിക്കുന്നത് തിന്നാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ കുലു എന്നാണ് എന്ത് ചെയ്യുന്നത്? ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തിന്നുകൊള്ളുക അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന്. കാരണം ആദ്യം കിട്ടേണ്ടത് കൊടുക്കുക, വയറ്റിലേക്കാണ് ആദ്യം കിട്ടേണ്ടത്, എന്നാലേ നമുക്ക് എണീച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുലു മിൻ റിസ്ഖി, അവന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊടുക്കുക. ഒന്ന് അള്ളാഹുവിന്റെ റിസ്കാണ്. രണ്ടാമത്തേത് നമ്മൾ ഭക്ഷിക്കുന്നത് എന്തായിരിക്കണം? അനുവദനീയമായതുമായിരിക്കണം. അള്ളാഹു ഹലാലാക്കിയതായിരിക്കണം. കാരണം അള്ളാഹുവിന്റെ റിസ്കാണ്. അള്ളാഹുവിന്റെ റിസ്ക് തേടേണ്ടത് അള്ളാഹു അനുവദനീയമാക്കിയ രൂപത്തിലാണ്. റിസ്കിന്റെ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ തേടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പ്രവാചകന്റെ വചനങ്ങളും ആയത്തുകളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ടെൻഷൻ അടിക്കുന്നത് റിസ്കിന്റെ വിഷയത്തിലാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും ഡിപ്രഷനിലേക്ക് എത്തിക്കുന്ന, വിഷമത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അവന്റെ റിസ്കിനെ കുറിച്ച് ഓർത്തുള്ള ചിന്തകളാണ്.
എന്നാൽ മൃഗങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, റിസ്കിന്റെ വിഷയത്തിൽ യാതൊരു പേടിയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, അല്ലാഹുവിനെ തവക്കുൽ ചെയ്യേണ്ട വിധം നിങ്ങൾ തവക്കുൽ ചെയ്താൽ ലറുസിഖ്തും കമാ യർസുഖു ത്വയ്ർ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. എങ്ങനെ? ഒരു പക്ഷിക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത് പോലെ. തബ്ദു ഖിമാസൻ, ആ പക്ഷി രാവിലെ പോകും എങ്ങനെ? ഒട്ടിയ വയറുമായിട്ട്. വതറൂഹു ബിതാന, എന്നിട്ട് രാത്രിയിൽ തിരിച്ചു വരുന്നത് വയറൊക്കെ നിറഞ്ഞ രീതിയിലാണ് രാത്രി തിരിച്ചു വരുന്നത്. ആ പക്ഷിക്ക് എങ്ങനെയാണോ റിസ്ക് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് റിസ്ക് തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. അപ്പൊ നമ്മുടെ റാസിഖ് അല്ലാഹുവാണ് എന്ന പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ റാസിഖ്, എനിക്ക് റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടാകണം. നമ്മുടെ മകന്റെ വലിയ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ റിസ്കിൽ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? യഥാർത്ഥ റാസിഖ് അല്ലാഹു അല്ല എന്നതാണ് നമ്മുടെ മനസ്സിലുള്ളത്. മറ്റേത് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കൊരു ഈമാനികമായ ഒരു നിലനിൽപ്പുണ്ടാകും. കാരണം റാസിഖാരാ അല്ലാഹുവാണ്. ഒരിക്കലും ഒന്നും തിന്നാതെ ഞാൻ എന്ത് ചെയ്യൂല, അല്ലാഹു എഴുതി വെച്ചത്, എനിക്കായി എഴുതി വെച്ച റിസ്ക് ലഭിക്കാതെ ഒരിക്കലും ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയില്ല എന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യൂല, റിസ്കിന്റെ വിഷയത്തിൽ യാതൊരു ബേജാറും ഉണ്ടാവുകയില്ല. ഇവിടെയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്ന വളരെ അർത്ഥവത്തായ വാചകങ്ങൾ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത് എങ്കിലും ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തം. ഇന്ന അലൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമികപരമായ മുസ്ലിം ഉമ്മത്തിന് അൻ തഅമല അലാ ഇസ്തിസ്മാരി വ ഇൻതാജ്, മുസ്ലിമുകൾ എന്ത് ചെയ്യണം? വസ്തുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറണം. വസ്തുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് മുസ്ലിമീങ്ങൾ മാറണം. ഏതുവരെ? ഒരു സൂചി വരെ മുസ്ലിങ്ങൾ സ്വന്തം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകണം. സ്വയം പര്യാപ്തരായിട്ട് മുസ്ലിമീങ്ങൾ മാറണം. പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകളെ അവലംബിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഇന്നേ ദിവസം പല രാഷ്ട്രങ്ങൾക്കും സംഭവിച്ചതാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എന്താ? എത്രത്തോളം ആ രാഷ്ട്രത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നിടത്താണ് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്. സ്വാഭാവികമായിട്ടും നല്ല രൂപത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു രാഷ്ട്രത്തിന് പറ്റുന്നുണ്ട് എങ്കിൽ ആ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടും. ഒരുപാട് ജോലികൾ അവിടെ ഉണ്ടാകും. എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്ത് ചെയ്യും? അവിടെ നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകൾ സ്വയം പര്യാപ്തരായി മാറും. ജീവിതശൈലി ഉയർന്ന നിലയിലേക്ക് എത്തും. അപ്പൊ ഇവിടെ പ്രേരണ നൽകുന്നത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? സ്വയം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെടണം എന്ന പ്രേരണയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ എന്തുണ്ട്? നിങ്ങൾ ഇങ്ങനൊക്കെ കച്ചവടം ചെയ്യുമ്പോഴും അല്ലാഹ് എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഹലാലായ മാർഗത്തിലല്ലാതെ നിങ്ങൾ സമ്പാദിക്കരുത്. നിങ്ങളുടെ മടക്കം ആരിലേക്കാണ്? അല്ലാഹുവിലേക്കാണ്. നിങ്ങളുടെ മടക്കം അല്ലാഹുവിലേക്കാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തവും ഖുർആൻ നമ്മുടെ ജീവിത ശൈലിയുമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.